സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നതിൽ വോട്ടേഴ്സിന് ആശങ്ക വേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. SIR-ൽ പുതിയ വോട്ടർ പട്ടിക തന്നെ തയ്യാറാക്കും. ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ബോധവൽക്കരണം നടത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. സലിം മാലിക്കാണ് ചേരുന്നത് വിവരങ്ങളുമായി. സലിം, ഈ ബീഹാറിന് പുറകെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഉടൻ തന്നെ പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു. തീർച്ചയായിട്ടും ആശങ്കകളുണ്ട്. പക്ഷേ ആശങ്കകൾ വേണ്ട, സുതാര്യമായിരിക്കും കാര്യങ്ങൾ എന്നാണോ ഇപ്പോൾ അദ്ദേഹം പറയുന്നത്? സ്മിത, ഉറപ്പായും വലിയ ആശങ്കകളാണ് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്നാൽ ഒരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട എന്നുള്ളതാണ് ഈ രത്തൻ യു ഖേൽക്കർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം നമ്മളോട് ചേരുകയാണ്. സർ, വലിയ ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുടെ സാഹചര്യം ഇതിനുണ്ടോ? ഒരു ആശങ്കയും വേണ്ട. ഇത് വളരെ ലളിതമായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ എല്ലാ എലിജിബിളായിട്ടുള്ള വോട്ടേഴ്സ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് ഈ SIR എന്നും പറയുന്നത്. ഇന്നെലിജിബിളായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇത് പുറത്തേക്കാക്കണം. എല്ലാ എലിജിബിളായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ്. ആർക്കും ഒരു ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമോ ഇല്ല. എലിജിബിളായിട്ട് ഉള്ള ആളെന്ന് പറഞ്ഞാൽ 18 വയസ്സും പൂർത്തിയായിരിക്കണം, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള എല്ലാ നടപടിയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതിപ്പോൾ 2002 ഏറ്റവും അവസാനം അങ്ങനെ ഒരു സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത്. ആ വോട്ടർ പട്ടിക മുൻനിർത്തിയായിരിക്കുമോ ഇപ്പോഴത്തെ ഈ പരിഷ്കരണം നടപ്പിലാക്കുക? സോ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് ബേസ് ഡോക്യുമെന്റ് ആയിട്ട് 2002 ചെയ്ത SIR-യുടെ ബേസ് ഡോക്യുമെന്റ് ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽഡ് സ്ക്രൂട്ടിനി, വെരിഫിക്കേഷൻ, ഡോർ ടു ഡോർ എനുമറേഷൻ ഫോമിൻ്റെ ബേസിസിലായിരിക്കും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോള് നമ്മൾ SIR-യുടെ ഭാഗമായിട്ട് രൂപം നൽകാൻ പോകുന്നത്. 2002 ഇലക്ട്രൽ റോള് നമ്മൾ ഓൾറെഡി ഡിജിറ്റൈസ് ചെയ്തിട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ SIR-യുടെ ഈ ഷെഡ്യൂൾ വരുന്ന മുറയ്ക്ക് നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെ ആക്സസ് ചെയ്യണം, എങ്ങനെ ഇത് കാണണം, ജനങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ആ ഷെഡ്യൂളിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ആ ഷെഡ്യൂൾ വരുന്ന മുറയ്ക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ജനങ്ങളുടെ പേര് അതിലുണ്ടോ ഇല്ലയോ, 2025 ഇതിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് നോക്കിയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബീഹാറിൻ്റെ എക്സ്പീരിയൻസിലെ ഒരു 80% ആൾക്കാർ അവിടെ 2003 SIR-ലും ഉള്ള ആൾക്കാർ 2025 റോളിൽ ഉണ്ട് എന്ന് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സാമ്പിൾ സ്റ്റഡി പാലക്കാട്ടിൽ നമ്മൾ 2 BLO-മാർ നടത്തിയ ഇത് നോക്കുമ്പോൾ കേരളത്തിൻ്റെ 2002 ലിസ്റ്റിൻ്റെ 80% ആൾക്കാർ അവർക്ക് ഓൾറെഡി 2025 കണ്ടെത്താൻ കൂടി സാധിച്ചിട്ടുണ്ട്. ബാക്കി ആൾക്കാർ വേറെ ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് മറ്റ് ഏതെങ്കിലും ഒരു ബൂത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ BLO-മാർക്ക് അത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടി കണ്ടെത്താൻ സാധിക്കും. പറയാൻ വന്നത് 80% ആൾക്കാർക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത്. പിന്നെ കേരള പോലെ സംസ്ഥാനത്ത് 100% ഡോക്യുമെൻറ്റ്സ് എല്ലാവരുടെ കയ്യിലുണ്ട്. പിന്നെ 100% ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. 100% ഇൻ്റർനെറ്റ് 4G സാച്ചുറേഷൻ ഉണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇന്ന് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓൺലൈൻ വഴി വേണമെങ്കിൽ ചെയ്യാം. സോ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ജനങ്ങൾക്ക് ഇത് അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക, ഈ 2002 നമ്മൾ ബേസായി വെക്കുന്നത്. അപ്പോൾ അതിനുശേഷം 2024 വരെ പല കാലങ്ങളിൽ ഈ വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്ത ആളുകൾ അത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടില്ലേ? അതോ 1 മുതൽ തന്നെ അവർ വീണ്ടും വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കേണ്ട സ്ഥിതി വരുമോ? ഇല്ല, ഇപ്പോൾ നിലവിലുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ എനുമറേഷൻ ഫോം കൊടുക്കും. 2002 ആൾക്കാർ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഡ്രാഫ്റ്റിൽ വരും. ബാക്കി പേരില്ലാത്തവർ ഒരു 12 ഡോക്യുമെൻറ്റ്സിൽ ഒരു ഡോക്യുമെൻ്റ് കൊടുത്താലും മതി, അവർ ഈ ലിസ്റ്റിൽ വരും. അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. ബീഹാറിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് അവരുടെ 7.89 കോടി ആൾക്കാരിലെ 99.5% ആൾക്കാർ ഓൾറെഡി എനുമറേഷൻ ഫോം തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സോ നമ്മളവിടെ കണ്ടിട്ടുള്ളത്. സോ കേരളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രയാസം ആർക്കും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തിട്ട് അത് ചെയ്യുന്നതായിരിക്കും. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം 2 തെരഞ്ഞെടുപ്പുകളാണ് അടുത്തടുത്തായി വരുന്നത്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ വളരെ കുറച്ച് സമയമേ നമുക്ക് ഈ മുന്നൊരുക്കത്തിന് പോലുള്ളൂ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ SIR, പുതുക്കിയ SIR-മായി ബന്ധപ്പെട്ടിട്ടായിരിക്കുമോ വോട്ടർ പട്ടിക?
ഇല്ല, അവരുടെ വോട്ടർ പട്ടിക വേറെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇലക്ഷന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ അവരുടെ വോട്ടർ പട്ടിക വേറെ തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത്. ഇല്ല, നമ്മുടെ ഇലക്ട്രൽ റോൾ വേറെയാണ്, അവരുടെ ഇലക്ട്രൽ റോൾ വേറെയാണ്, രണ്ടാണ്. സോ അതിൽ ഒരു ആശങ്ക വേണ്ട. ഇന്നലെ നമ്മുടെ ഒരു പരിപാടിയിൽ ഞാൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ ഒരു കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഒരു ചടങ്ങിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടി നമ്മൾ ഒരു സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ആശങ്ക ഒന്നുമില്ല. ആശങ്ക എന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിലുള്ള ഉദ്യോഗസ്ഥരിന് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും കൂടി വർക്ക് ആവോ എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അതർവൈസ് ഇലക്ട്രൽ റോളിലുള്ള വേറെ ആയതിനാൽ വേറെ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല. അവരുടെ ഇലക്ട്രൽ റോൾ വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആശങ്കകളൊക്കെ പരിഹരിച്ച് അത് മുന്നോട്ട് പോകാൻ കൊണ്ട് സാധിക്കട്ടെ. 24-നൊപ്പം ചേർന്നതിന് നന്ദി. സ്മിത, അത് തന്നെയാണ്, അതായത് അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക അത് പൂർണ്ണമായും മറ്റൊരു വോട്ടർ പട്ടികയാണ്, അതിൽ ആശങ്ക ഉണ്ടാകേണ്ടതില്ല. മാത്രമല്ല അർഹരായ ഒരാളെപ്പോലും വിട്ടുപോകാതെയുള്ള ഒരു വോട്ടർ പട്ടിക പരിഷ്കരണമാകും നടപ്പിലാക്കുക എന്നുകൂടിയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് യുഖേൽക്കർ 24-നോട് പറയുന്നത്. യെസ്, കേരളത്തിൽ ഡിജിറ്റൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിലേതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരു സാഹചര്യവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട, വളരെ ലളിതമായിരിക്കും എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ സലിം മാലിക്കുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആശങ്ക വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വേണ്ട എന്ന് ഉറപ്പു നൽകുകയാണ്. കൂടുതൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.